നമസ്കാരം, ഏവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ PSCയുടെ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, മാത്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഏത് സംഖ്യയുടെ 40% 32 എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പം എക്സിൻ്റെ 40%, 40% എന്ന് പറയുന്നത് 40/100, അത് 32 തന്നിട്ടുണ്ട്. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ചോദിച്ചു. ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ 40/100. അതായത് ഒരു ഫ്രാക്ഷൻ വെച്ച് ഹരിക്കാൻ വരുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുക. 32 × 100/40. 0.048 8 × 10 80 ഉത്തരം. ഓപ്ഷൻ എ. എക്സിൻ്റെ 40%, എക്സിൻ്റെ 40% എന്ന് പറയുന്നത് 40/100 എന്ന് പറയുന്നത് 32. അപ്പം എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി, 32 കൂടെ കിടക്കുന്ന 40/100 ഇട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 32 × 100/40. 0.08 4 × 8 4 8 32. 8 × 10 80 വരുന്നത്. ഓപ്ഷൻ എ. 14ൻ്റെയും 16ൻ്റെയും ഗുണിതമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് സംഖ്യകളുടെയും കൂടെ LCM കണ്ടാൽ മതി. 14ൻ്റെയും 16ൻ്റെയും ഗുണിതമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ, ഇതിൻ്റെ ലസാഗു കണ്ടാൽ മതി. 2 7 8. ഇനിയും കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട്, ഒന്നല്ലാതെ വേറെ പൊതുഘടകം ഇല്ലാത്തതുകൊണ്ട് ഇത് 3ഉം കൂടെ ഗുണിച്ചാൽ മതി LCM കാണാൻ. അതായത് 2 × 7 × 8 112 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 12 3/4 + 1 1/2 + 2 4 -3 2 അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആ പൂർണ്ണസംഖ്യകളെല്ലാം ആദ്യം ഒന്ന് കൂട്ടി എഴുതുക. 2 + 1 + 2 ലാസ്റ്റിൽ മൈനസ് ആയതുകൊണ്ട് മൈനസ്. പിന്നെ ഫ്രാക്ഷനുകൾ എഴുതുക. എന്തൊക്കെയാണ്? 3/4 + 1/2 + 1/4 -1/2. ഇവിടെ ആദ്യം പ്ലസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്. ഇതുപോലെ ഹോൾ നമ്പർ എല്ലാം ആദ്യം ഒന്ന് എഴുതുക. പിന്നെ ഫ്രാക്ഷൻസ് എഴുതുക. അതായത് ഈ +½ -½ കൂടെ ക്യാൻസൽ ആയി പോകും. 2 + 2 + 1 എത്ര വരും? 5 -3 പ്ലസ് ഒരു 3/4 ഉണ്ട്, ഒരു 1/4 ഉണ്ട്. 3/4 1/4. 3/4 1/4 കൂടെ കൂട്ടിയാൽ 1 ആണെന്ന് എല്ലാവർക്കും അറിയാം. 5 ന് 3 പോകെ 2 പ്ലസ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 3/4 + 1/4. അതായത് 3 + 1/4. 2 + 4/4 = 2 + 1 3. ഇതിന് 3/4 1/4 കൂടെ കൂട്ടുന്ന 1 അറിയാവുന്നവർക്ക് 2 + 1 ഇട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരേ ഛേദമായതുകൊണ്ട് 5 - 3 2. 3/4 1/4 കൂടെ കൂട്ടുമ്പോൾ 1. 2 + 1 3. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 600ൻ്റെ 8%. 600ൻ്റെ എന്നുള്ളിടത്ത് ഇൻറ്റു കൊടുക്കണം. 8%. 8/100. അത് കട്ട് ചെയ്യുമ്പോൾ 6 × 8 വരും. 48. ഓപ്ഷൻ സി ആണ് ഉത്തരം. 600ൻ്റെ 8%. 600 × 8%. 8/100 കട്ട് ചെയ്യുമ്പോൾ 6. 6 × 8 48 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ ഒരു സമചതുരത്തിന്റെ വിസ്തീർണം 24 ചതുരശ്ര സെന്റിമീറ്റർ ആയാൽ വശത്തിന്റെ നീളം എത്രയാണ്? സമചതുരത്തിന്റെ വശം A ആയാൽ വിസ്തീർണം എന്ന് പറയുന്നത് A² ആണ്. സമചതുരത്തിന്റെ വശം A ആണെന്നിരിക്കട്ടെ. വശം A ആണെങ്കിൽ അത് വശം സ്ക്വയർ ആണ് 64. അപ്പോൾ A കാണാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. അതായത് 8 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. വശം സ്ക്വയർ. വശം A ആയാൽ A² ആണ് 64. അപ്പോൾ A കാണാൻ √64 = 8. ഓപ്ഷൻ എ ആണ് ഉത്തരം. 8 സെന്റിമീറ്റർ. 0.45 സമാനമായ ദശാംശ സംഖ്യയുടെ ഭിന്നരൂപം ഏത്? 0.45 എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഉണ്ടായതുകൊണ്ട് 45/100. 2 സ്ഥാനം. ഒരു സ്ഥാനമാണെങ്കിൽ 45/10. ഇവിടെ 2 സ്ഥാനം ആയതുകൊണ്ട് 45/100. ഇനി 5 വെച്ച് കട്ട് ചെയ്യാം. 5 9 45 5 20. അതായത് 9/20 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 0.45 0.45 സമാനമായ ദശാംശ സംഖ്യയുടെ ഭിന്നം എത്ര? അതായത് 45 പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനമാണെങ്കിൽ 100, 3 സ്ഥാനമാണെങ്കിൽ 1000. ഇവിടെ 2 സ്ഥാനമാണ്. 45/100. ഒരു സ്ഥാനമാണെങ്കിൽ 45/10.
ഇവിടെ ഇനി 5 വെച്ച് കട്ട് ചെയ്യുക. 5 9 45 5 20 100 9/20 0.3 താഴെ എഴുതി കൂട്ടാം. 0.32 2.13 താഴെ എഴുതാൻ കൂട്ടിയാൽ മതി. ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം കൂട്ടാൻ സൗകര്യത്തിന്. 3 2 5 3 3 6 1 7 2 0 0 2 2.75 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. താഴെ വെറുതെ എഴുതിയാൻ കൂട്ടിയാൽ മതി. 0.32 2.13 ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. 3 2 5 3 3 6 1 7 2 0 0 2 2.75 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ സുധീർ ഒരൽമാര വാങ്ങി. എത്ര രൂപയ്ക്കാ വാങ്ങിയത്? 13,600 രൂപ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, യാത്രാ ചെലവുണ്ട്, അതും കൂടെ കൂട്ടണം വാങ്ങിയ വിലയുടെ കൂടെ. അത്രയും കൂടെ അയാൾക്ക് ചെലവായില്ലാതെ, അതായത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 14,000 രൂപ. അതായത് കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില എന്ന് പറയുന്നത് അയാൾക്ക് മൊത്തം എത്ര ചെലവായി? 14,000 രൂപ ചെലവായി. അപ്പൊ ഇവിടെ വിറ്റ വില, സെല്ലിംഗ് പ്രൈസ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 16,800 രൂപയാണ് വിറ്റ വില. വിറ്റ വില കൂടുതലായതുകൊണ്ട് നമുക്ക് ലാഭമാണ്. ലാഭം കാണാൻ എന്ത് ചെയ്താൽ മതി? 16,800 14,000 കുറച്ചാൽ മതി. അതായത് 2,800 രൂപ ലാഭം കിട്ടി. ലാഭ ശതമാനം കാണാൻ കിട്ടിയ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ലാഭമായാലും നഷ്ടമായാലും ചെയ്യുക. ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭം എത്ര കിട്ടിയേ? 2,800 രൂപ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്ര? അയാൾക്ക് മൊത്തം ചെലവായ തുക, അതായത് 13,600 യാത്രാ ചെലവ് ഉൾപ്പെടെ. അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ട്, അതും കൂടി കൂട്ടണം. അതായത് 14,000 ഗുണം 100. 2 0 കട്ട് ചെയ്തു. ഇവിടെ 2 0 കട്ട് ചെയ്തു. ഇവിടെ 0 0. ഇവിടെ 14 2 28. ഒരു 0 കൂടെ ഉണ്ട്, 20. ഇവിടെ എത്ര വന്നു? 20. ഓപ്ഷൻ ബി ആണ് ഇത്ര. 20%. ലാഭ ശതമാനം എത്രയാണ്? 20%. 13,600 യാത്രാ ചെലവും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടും. അത് രണ്ടും കൂടെ 14,000 രൂപ. സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില എത്ര? 16,800. അപ്പൊ ലാഭം കാണാൻ 16,800 വിറ്റ വിലയെന്ന് വാങ്ങിയ വില കുറച്ചാൽ മതി. 14,000 കുറച്ചാൽ 2,800. ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭം എത്രയാണെന്ന് കിട്ടിയേ? 2,800 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 14,000 മൊത്തം ചെലവ് ഗുണം 100. ഇത് കട്ട് ചെയ്ത് ഇതും കട്ട് ചെയ്ത് 280നെ 14 വെച്ചിട്ട് 14 2 28. ഇവിടെ ഒരു 0 ഉണ്ട്, 20. അല്ലെങ്കിൽ 280നെ 14 വെച്ച് ഹരിക്കുക, അല്ലെങ്കിൽ 7 വെച്ച് കട്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ ഇവിടെ 20% ലാഭ ശതമാനം. നമുക്ക് ബോട്ട്മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ബ്രാക്കറ്റ്, ഓഫർ, ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ആദ്യം ചെയ്യാം. 8 - 6, അതായത് 2 വരും. പിന്നെ ഇവിടെ ഒരു 4 ബ്രാക്കറ്റ് 4 ഇൻറ്റു ആണ്. 4 ഇൻറ്റു 8 - 6 2. ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 6 ഉണ്ട്. ഇവിടെ ഒരു +5 ഉണ്ട്. ഇനി നമുക്ക് ഡിവിഷൻ ആദ്യം ചെയ്യണം. അതായത് 2 ഡിവൈഡഡ് ബൈ 6. പിന്നെ ഇവിടെ എന്തുണ്ട്? +4 ഇൻറ്റു ഉണ്ട്, ഒരു +5 ഉണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. 2/6 എന്ന് പറയാം 2 1 2 2 3 6. അതായത് 5 + 4 ഇൻറ്റു 1/3. അതായത് 5 + 4/3. ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 5 ഇൻറ്റു 3, പിന്നെ ചിഹ്നം ഇടയ്ക്ക് പ്ലസ്, 4 ഡിവൈഡഡ് ബൈ 3. 5 ഇൻറ്റു 3 എത്രയാണ്? 15 + 4/3 19/3 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബോട്ട്മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക. 8 - 6 = 2. പിന്നെ ഇവിടെ ഒരു 4 ഇൻറ്റു ആണ്, ബ്രാക്കറ്റ് ഇൻറ്റു. പിന്നെ ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 6. ഇവിടെ ഒരു 5 പ്ലസ് ഉണ്ട്. ഇവിടെ ഇനി ഡിവിഷൻ വേണം ചെയ്യാൻ. അതായത് 2/6. പിന്നെ ഇവിടെ എന്തോ ഉള്ളത്? ഒരു ഇൻറ്റു 4 ഉണ്ട്. ഇവിടെ ഒരു 5 പ്ലസ് ഉണ്ട്. ഇനി 2 വെച്ച് കട്ട് ചെയ്യാം. 2 1 2 2 3 6. അതായത് 5 + 4 ഇൻറ്റു 1/3. 5 + 4 ഇൻറ്റു 1 എത്ര? 4/3 സമം ഇത് ഒന്നിച്ച് 5 ഇൻറ്റു 3 ഇടയ്ക്കത്തെ ചിഹ്നം പ്ലസ് 4/3. 15 + 4/3 സമം 19/3. ഓപ്ഷൻ ഡി ആണ് ഉത്തരം.
ഇനി നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1/5, 3/10, 4/10, 4/5. അപ്പൊ ഇതിനെയെല്ലാം 10 ഡിനോമിനേറ്റർ 10 ആക്കിയാൽ മതി എല്ലാം ഛേദം. അന്നേരം നമുക്ക് ഏതാ വലുതെന്ന് അറിയാൻ പറ്റും. ഇവിടെ 10 ആക്കണേ എന്ത് ചെയ്യണം? 1 × 2/5 × 2 താഴെ മുകളിലും 2 ഇട്ട് ഗുണിച്ചാലേ ഛേദം 10 ആകത്തുള്ളൂ. അതായത് 2/10 കിട്ടും. 3/10, 4/10 ഒന്നും ചെയ്യണ്ട. ഇനി ഇതിനെ നമുക്ക് താഴെ മുകളിലും 2 ഇട്ട് ഗുണിക്കണം, എന്നാലേ ഛേദം 10 ആകത്തുള്ളൂ. 8/10. അപ്പൊ നമ്മുടെ സംഖ്യകൾ ഏതൊക്കെയാ? 2/10, 3/10, 4/10, 8/10. ഛേദം ഒരുപോലെ ആക്കുക. ആദ്യത്തെ ഫ്രാക്ഷനും രണ്ടാമത്തെ ഫ്രാക്ഷനും താഴെ മുകളിലും 2 ഇട്ട് ഗുണിച്ചാല് 2/10 കിട്ടും. ഇവിടെ 8/10 കിട്ടും. മറ്റേത് രണ്ടും ഒന്നും ചെയ്യണ്ട. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഫ്രാക്ഷൻ ഏതാ? 2/10, 3/10, 4/10, 8/10. നാലാമത്തെ ഫ്രാക്ഷൻ ആണ് ഏറ്റവും കൂടിയത്. അതുകൊണ്ട് 4/5 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ പ്രയോജനം ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മാത്സിൽ ടോപ്പ് മാർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു. കൂട്ടത്തിൽ പെടാത്ത ഏതാണെന്ന് ചോദിച്ചേക്കുന്ന ചതുരം, സമചതുരം, ത്രികോണം, സാമാന്തരികം. ഇവിടെ ത്രികോണമാണ് ഉത്തരം. ത്രികോണം മാത്രം 3 വശമേ ഉള്ളൂ, ബാക്കിയെല്ലാം 4 വശങ്ങളുണ്ട്. സമചതുരം, ചതുരം, ത്രികോണമാണ് ഉത്തരം. ഇവിടെ 3, 7, 15. ഇവിടെ അടുത്ത സംഖ്യ ഏതാണ്? 3ഉം 4ഉം 7, 7ഉം 8ഉം 15. ഇവിടെ 4 കൂട്ടി, 4ന്റെ ഇരട്ടി കൂട്ടി. ഇനി 8ന്റെ ഇരട്ടി കൂട്ടണം. ഇവിടെ 15, 16ഉം കൂടെ കൂട്ടി ഇവിടെ എഴുതണം 31. ഓപ്ഷൻ എ ആണ് ഉത്തരം. 4 കൂട്ടി 4ന്റെ ഇരട്ടി 8 കൂട്ടി, ഇനി 8ന്റെ ഇരട്ടി 16 കൂട്ടണം. 15ഉം 16ഉം 31. ഓപ്ഷൻ എ ആണ് ഉത്തരം. നമുക്ക് ഈ കണക്ക് ബോട്ട്മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ബോട്ട്മാസ്, അതായത് ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ ക്രമത്തിന് വേണം ചെയ്യാൻ. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, ഡിവിഷൻ ഉണ്ട്. ഡിവിഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഇവിടെ ഡിവിഷൻ ചെയ്യാം. 18, 16 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 8. പിന്നെ ഇങ്ങോട്ടൊരു റൈറ്റിലേക്ക് ഒരു × 4 - 5 ഉണ്ട്. പിന്നെ ഒരു 21 പ്ലസ് ലെഫ്റ്റിലേക്കും ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഗുണിക്കുന്നത് വേണം ചെയ്യാൻ. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ, അതായത് 32. പിന്നെ റൈറ്റിലോട്ടൊരു -5 ഉണ്ട്, ലെഫ്റ്റിലോട്ട് 21 പ്ലസ് ഉണ്ട്. അതായത് 21, 32, 53 -5 48. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇങ്ങനെ ക്രിയ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ട്മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും ആണുള്ളത്. അതുകൊണ്ട് ഡിവിഷൻ ആദ്യം ചെയ്യുക. 16 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 8. പിന്നെ ഇവിടെ ഒരു × 4 - 5 ഉണ്ട്. റൈറ്റിലേക്ക്, ലെഫ്റ്റിലേക്ക് ഒരു 21 പ്ലസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇൻറ്റു ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 8 × 4 എത്ര? 32. പിന്നെ റൈറ്റിലേക്ക് ഒരു -5, ലെഫ്റ്റിലേക്ക് ഒരു 21 പ്ലസും ഉണ്ട്. ഇനി 21 + 32 53 - 5 48. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി ഒറ്റയാനെ കണ്ടെത്തുക. 2, 5, 7, 8. ഇവിടെ 8 ആണ് ഉത്തരം. കാരണം ഈ 2, 5, 7 എല്ലാം അഭാജ്യ സംഖ്യകളാണ്. അതിന് 2, 1ഉം ആ സംഖ്യ മാത്രമേ ഘടകങ്ങൾ കാണത്തുള്ളൂ. 8ന് 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. അതായത് 1, 2, 4, 8. ഈ 2ന്റെ ഘടകം എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം മാത്രം. 7ന്റെ ഘടകം എന്ന് പറഞ്ഞാൽ 1ഉം 7ഉം. 5ന്റെ ഘടകം 1ഉം 5ഉം മാത്രം. ഇത് ബാക്കി എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. 8 മാത്രം ഭാജ്യസംഖ്യ. അമ്മയുടെ പ്രായവും മകളുടെ പ്രായവും കൂടെ കൂട്ടിയാൽ 56 ആണ് തന്നിട്ടുണ്ട് ചോദ്യത്തില്. ഇവിടെ 4 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്ക് എത്ര വയസ്സാകും? 4 വയസ്സും കൂടെ കൂടും. മകൾക്ക് എത്ര വയസ്സ് കൂടും? 4 വയസ്സ് കൂടും. 4 വർഷം കഴിഞ്ഞാല് ഒരു ബന്ധം ഇതിനകത്ത് തന്നിട്ടുണ്ട്. അമ്മയുടെ വയസ്സെന്ന് പറയുന്നത് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാണ്. മകളുടെ വയസ്സ് D+4. അമ്മയുടെ വയസ്സെന്ന് പറഞ്ഞാൽ ഇപ്പൊ 4 വർഷം കഴിയുമ്പോൾ ഈ ഒരു ബന്ധം തന്നിട്ടുണ്ട്. അതായത് വിച്ച് ഇംപ്ലൈസ് m+4 =
3 ഇൻറ്റു ഡി 3D 3D പ്ലസ് 3 ഇൻറ്റു 4 12. ഇപ്പൊ എം പ്ലസ് ഡി എന്ന് പറയുന്നത് 56 ആണെങ്കിൽ നമുക്ക് എമ്മിന്റെ വില കണ്ടുപിടിക്കാമല്ലോ. 56 മൈനസ് ഡി ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എം പ്ലസ് 4 സമം 3D പ്ലസ് 12. അതായത് 56 മൈനസ് ഡി പ്ലസ് 4 സമം 3D പ്ലസ് 12. ഡി അല്ല ഒരു സൈഡും സംഖ്യ അല്ല ഒരു സൈഡും കൊണ്ടുപോകുന്നു. അതായത് 56 പ്ലസ് 4 ഇത് ഇപ്പുറം വരുമ്പോൾ മൈനസ് 12 സമം ഇവിടെ ഒരു 3D ഉണ്ട്. ഈ മൈനസ് ഡി റൈറ്റ് സൈഡിൽ വരുമ്പോൾ പ്ലസ് ഡി. അതായത് വിച്ച് ഇംപ്ലൈസ് 60 12 പോവുക. അതായത് 48 എന്ന് പറയുന്നത് 4D ആണ്. 4D 48 ആണെങ്കിൽ ഡി കാണാൻ 48 ഡിവൈഡഡ് ബൈ 4 12 ആണ്. ഡോട്ടറിന്റെ പ്രായം 12 ആണ്. അപ്പൊ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. അമ്മയുടെ പ്രായം കാണാൻ എന്ത് ചെയ്താൽ മതി? 56 മൈനസ് മകളുടെ പ്രായം കുറച്ചാൽ 12 സമം 44 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പറയാം. നമുക്ക് അമ്മയുടെയും മകളുടെയും പ്രായങ്ങളുടെ തുക 56 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 4 വർഷം കഴിയുമ്പോൾ മകൾക്ക് എത്ര വയസ്സാകും? 4 കൂടെ കൂടും. അമ്മയ്ക്ക് എത്ര വയസ്സാകും? 4 വയസ്സും കൂടെ കൂടും. 4 വർഷം കഴിയുമ്പോൾ ഒരു ബന്ധം തന്നിട്ടുണ്ട്. അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് മകളുടെ പ്രായത്തിന്റെ 3 ഇരട്ടി, അതായത് 3 ടൈംസ്. മകളുടെ പ്രായം D+4 ആകും, അമ്മയുടെ പ്രായം M+4 ആകും. 4 വീതം കൂടും. നമുക്ക് M+4 സമം ഈ 3 വെച്ച് ഇതിനെ രണ്ടിനെയും ഇൻറ്റു ചെയ്യാം. 3 ഇൻറ്റു ഡി 3D പ്ലസ് 3 ഇൻറ്റു 4 12. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എം കണ്ടുപിടിക്കാമല്ല. D പ്ലസ് M 56 ആണ്. അപ്പൊ 56 മൈനസ് ഡി എന്ന് വരും. അപ്പൊ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 56 അതായത് M+4 ഈക്വൽ ടു 3D പ്ലസ് 12. 56 മൈനസ് ഡി പ്ലസ് 4 ഈക്വൽ ടു 3D പ്ലസ് 12. ഇവിടെ ഡി അല്ല ഒരു സൈഡും സംഖ്യ ഒരു സൈഡും കൊണ്ടുവന്നു. 56 പ്ലസ് 4 ഇവിടെ ഉണ്ട്. ഈ 12 ഇപ്പുറം വരുമ്പോൾ മൈനസ് 12 സമയം ഇവിടെ ഒരു 3D ഉണ്ട്. ഈ മൈനസ് ഡി റൈറ്റ് സൈഡിൽ വരുമ്പോൾ പ്ലസ് ഡി. 3D പ്ലസ് 1D എന്ന് പറയാം 4D. 4Dയുടെ വില എത്ര? 56 4 60. 60ൽ നിന്ന് 12 പോകണം. അതായത് 48. 4Dയുടെ വില 48 ആണെങ്കിൽ ഡിയുടെ വില 48/4 12. 12 4 48. അപ്പൊ ഡി കിട്ടി. അമ്മയുടെയും മകളുടെയും കൂടെ പ്രായത്തിന്റെ തുക 56 ആണ്. അപ്പൊ അമ്മയുടെ പ്രായം കാണാൻ എന്ത് ചെയ്താൽ മതി? 56ൽ നിന്ന് മകളുടെ പ്രായം കുറച്ചാൽ മതിയല്ലോ. 56 മൈനസ് 12 സമം 44. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 4ന്റെ ഗുണിതമല്ലാത്ത സംഖ്യ എന്നാ ചോദിച്ചേക്കുന്നത്. ഇവിടെ ലാസ്റ്റ് 2 സംഖ്യ നോക്കിയാൽ മതി. ഇവിടെ 36 14 48 64. 36 4ന്റെ ഗുണിതമാണ്. അപ്പൊ അത് ആകത്തില്ല. 14 4ന്റെ ഗുണിതം അല്ല. അപ്പൊ ലാസ്റ്റ് 2 സംഖ്യ എത്ര വലിയ സംഖ്യ ആയാലും ലാസ്റ്റ് 2 സംഖ്യ 4 കൊണ്ട് നിശേഷം ഇരിക്കാം. 4ന്റെ ഗുണിതമാണെങ്കിൽ ആ വലിയ സംഖ്യ 4ന്റെ ഗുണിതമായിരിക്കും. ഇവിടെ 14 4ന്റെ ഗുണിതം അല്ല. 48 4ന്റെ ഗുണിതമാണ്. 12 4 48. 64 നിശേഷം ഇരിക്കാൻ പറ്റും. 64 16 4 64. അപ്പൊ ഇവിടെ 214 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ ലാസ്റ്റ് 2 സംഖ്യ നോക്കുക. അത് 4ന്റെ ഗുണിതമാണെങ്കിൽ ആ മൊത്തത്തിലുള്ള സംഖ്യ 4ന്റെ ഗുണിതം ആയിരിക്കും. ഇതെല്ലാം 4ന്റെ ഗുണിതങ്ങളാണ്. 36 48 64. അതുകൊണ്ട് ഈ 14 4ന്റെ ഗുണിതം അല്ല. 4ന്റെ വിളി വരുമ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം 214. ഇനി ഈ തന്നിരിക്കുന്ന സംഖ്യ ദശാംശ സംഖ്യയിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കാം. അപ്പൊ പോയിന്റ് കഴിഞ്ഞുള്ള സംഖ്യ നോക്കിയാൽ മതി. എല്ലാം 0 പോയിന്റ് ആണ്. ഇവിടെ 0.1 സംതിങ്, 0.5, 0.0, 0.1. അപ്പൊ ഈ 0.1 0.5 0.0 0.1. അപ്പൊ അതിൽ ഏറ്റവും വലുതാ ചോദിച്ചെങ്കിൽ ഇതായിരുന്നു ഉത്തരം. 0.5 സംതിങ് ഉണ്ട്. ഇവിടെ ഏറ്റവും ചെറുതാ ചോദിച്ചത്. അതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞ് 0 ഉള്ളതാണ് ഏറ്റവും ചെറുത്. പോയിന്റ് കഴിഞ്ഞ് 1 സംതിങ് ഉണ്ട്. ഇതും പോയിന്റ് കഴിഞ്ഞ് 1 സംതിങ് ഉണ്ട്. അതുകൊണ്ട് ഇതാണ് ഉത്തരം. ഓപ്ഷൻ സി 0.015. 0.501 ആണ് ഏറ്റവും വലിയ സംഖ്യ. പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും വലിയ സംഖ്യ 5 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് 5. ഇവിടെ 0.1 സംതിങ് ഉണ്ട്. ഇവിടെയും 0.1 സംതിങ് ഉണ്ട്. ഇവിടെ 0.0 സംതിങ്ങേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ്.